ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ആന്റോ ആന്റണി എംപിക്കെതിരെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനു തന്ത്രി രാജീവര് പണം നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ആന്റോ ആന്റണി പണം കൈപ്പറ്റിയതായി ആരോപണം ഉണ്ടെന്ന് ഉദയഭാനു പറയുന്നു. എംപിയുടെ ദുരൂഹ പണ ഇടപാടിൽ SIT അന്വേഷണം നടത്തണമെന്നും കെ പി ഉദയഭാനു ആവശ്യപ്പെട്ടു. ശബരിമല തന്ത്രി 2.5 കോടി രൂപ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് NN രാജുവിൻ്റെ വകയായിട്ടുള്ള ഫൈനാൻസിൽ ഡിപ്പോസിറ്റ് ചെയ്തതായി SIT കണ്ടെത്താൻ കഴിഞ്ഞു. ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആന്റോ ആന്റണി MP 2.5 കോടി രൂപ എടുത്തതായി പൊതുവെ നാട്ടിൽ അഭിപ്രായമുണ്ട്. ഈ തന്ത്രിയുമായും ആന്റോ ആന്റണിക്കുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ചും SIT അന്വേഷിക്കണം. ഇതിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു ആരോപണമാണ്. നേരത്തെ SIT കണ്ടെത്തിയിരുന്നു ഈ പറയുന്ന ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ തന്ത്രി 2.5 കോടി രൂപ നിക്ഷേപിച്ചു. ആ സ്ഥാപനം പൊളിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും പരാതി പറഞ്ഞപ്പോൾ തന്ത്രി മാത്രം പരാതി നൽകിയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുണ്ട്. അതെന്തുകൊണ്ടാണ് പരാതി നൽകാതിരുന്നത്, ആ പണം എവിടെ നിന്ന് വന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആന്റോ ആന്റണി എംപിക്കെതിരെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ഉദയഭാനു വളരെ ഗൗരവതരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഇതേ പണമിടപാട് സ്ഥാപനത്തിൽ തന്ത്രി 2.5 കോടി നിക്ഷേപിച്ച അതേ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി കോടിയിലധികം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നൊരു ആരോപണം അവിടെ നാട്ടിൽ പാട്ടാണ്. അത് SIT അന്വേഷിക്കണമെന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ ആന്റോ ആന്റണിക്കെതിരെ ഉദയഭാനു മുന്നോട്ട് വച്ചിരിക്കുന്നത്. സുജു ടി ബാബു കൂടി എന്നോടൊപ്പം ചേരുകയാണ്. സുജു, വളരെ ഗൗരവതരമായ ഒരു ആക്ഷേപമാണ്, നമ്മൾ ഇതുവരെ കേൾക്കാതിരുന്നൊരു വിഷയം കൂടിയാണ് ഇപ്പോൾ ഉദയഭാനു CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ഇപ്പോൾ ആന്റോ ആന്റണി എംപിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആന്റോ ആന്റണി MP ആ സ്ഥാപനത്തിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ആക്ഷേപമാണോ അവിടെ കേൾക്കുന്നത്? അതിനെക്കുറിച്ചാണോ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും മനു, അങ്ങനെ തന്നെയാണ് KP ഉദയഭാനുവിന്റെ ആരോപണം. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ് KP ഉദയഭാനു. നമുക്കറിയാം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിൽ അടൂർ പ്രകാശിനൊപ്പം ഉള്ള വ്യക്തിത്വം കൂടിയാണ് ആന്റോ ആന്റണി. അങ്ങനെയുള്ള ആന്റോ ആന്റണിക്കെതിരെയാണ് ഇപ്പോൾ ഉദയഭാനു ഒരു ആരോപണം, അല്ലെങ്കിൽ നാട്ടിൽ പൊതുവിൽ പറയപ്പെടുന്ന ഒരു ആക്ഷേപത്തെ ഈ സ്വർണ്ണമോഷണ കേസുമായി കൂട്ടി വായിക്കുന്നത്. അതിൽ പ്രധാനമാണ് തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ശബരിമല തന്ത്രിക്ക് പണം നഷ്ടമായിട്ടും പരാതിപ്പെട്ടില്ല എന്ന് SIT കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേ സ്ഥാപനത്തിൽ നിന്ന് അതിനോടടുത്ത് തന്നെ തന്ത്രിക്ക് നഷ്ടമായ സമാനമായ തുക ആന്റോ ആന്റണി MP കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇത് SIT അന്വേഷിക്കണം. കാരണം ശബരിമല കേസിൽ തന്ത്രിക്ക് അവിടുത്തെ പണം നഷ്ടമായിട്ട് തന്ത്രി പരാതിപ്പെടുന്നില്ല. എന്നാൽ അതേ സ്ഥാപനത്തിൽ തന്നെ സ്ഥലം MP കൂടിയായിരിക്കുന്ന ആന്റോ ആന്റണി പണം കൈപ്പറ്റുകയും ചെയ്യുന്നു. ഇത് സ്വർണ്ണമോഷണ കേസുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനാൽ വിശദമായ അന്വേഷണം SIT നടത്തണമെന്നാണ് KP ഉദയഭാനു ആവശ്യപ്പെടുന്നത്. എന്തായാലും ആന്റോ ആന്റണിയുടെ ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട കേസിൽ ആന്റോ ആന്റണി കാര്യമായ തരത്തിൽ പ്രതികരിക്കുന്നില്ല. ആന്റോ ആന്റണിയും അതൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സുജു പറഞ്ഞതുപോലെ ആന്റോ ആന്റണി ഇതിൽ കാര്യമായി പ്രതികരിച്ചില്ല. ഇപ്പോൾ സോണിയാഗാന്ധിയെ പോലും ആക്ഷേപത്തിലേക്ക് ഈ കേസിലേക്ക് കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ പോലും ആന്റോ ആന്റണി മിണ്ടിയിരുന്നില്ല. ആകെ ഒരു തവണ എന്തോ ആണ് മാധ്യമങ്ങളോട് എന്തോ പറഞ്ഞത്. അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സോണിയാഗാന്ധിയെ പോലും സംശയ നിഴലിലാക്കിയിട്ടും ആന്റോ ആന്റണി മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ തന്ത്രി പണമിടപാട് നടത്തി എന്ന് പറയുന്ന അതേ സ്ഥാപനത്തിൽ നിന്നും ആന്റോ ആന്റണി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നൊരു കഥ നാട്ടിൽ കേൾക്കുന്നത്. ഇപ്പോൾ അതിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ CPIM, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ആന്റോ ആന്റണി ഈ വിഷയത്തിൽ അധികം പ്രതികരിക്കാനോ സമരത്തിനോ ഒന്നും തന്നെ മുന്നോട്ടിറങ്ങുന്ന കാഴ്ചയില്ല. കൂടിയാണ് ആന്റോ ആന്റണി ഇതേ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണം നിലനിൽക്കുന്നത്. ഇപ്പോൾ SITയുടെ കണ്ടെത്തൽ വരുന്നത് തന്ത്രി ഇതേ സ്ഥാപനത്തിൽ പണം നിക്ഷേപിക്കുകയും നഷ്ടമായിട്ട് പോലീസിൽ പരാതിയായിട്ടോ അല്ലെങ്കിൽ അതിന് പിന്നാലെ പോയിട്ടുമില്ല. അതുകൊണ്ട് ഇത് തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? തന്ത്രി ആന്റോ ആന്റണിക്ക് നൽകിയ പണം ഈ സ്വകാര്യ ധനകാര്യ പണമിടപാട് സ്ഥാപനം മുഖേന നൽകിയതാണോ എന്ന സംശയങ്ങളാണ് ഇവിടെ ബലപ്പെടുന്നത്. ആ കാര്യത്തിൽ വിശദമായ അന്വേഷണമാണ് KP ഉദയഭാനു ആവശ്യപ്പെടുന്നത്. മനു, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സുജു, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് ഗൗരവതരമായ പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, തന്ത്രി 2.5 കോടി രൂപയോളം നിക്ഷേപിച്ചു എന്ന് പറയുന്നു. ഈ സ്ഥാപനം പൊളിഞ്ഞു പോയിട്ടും ബാക്കി എല്ലാവരും പരാതി നൽകിയിട്ടും തന്ത്രി പരാതി പറഞ്ഞിട്ടില്ല. ആന്റോ ആന്റണി ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് ശേഷം അതിപ്പോൾ ഈ പോറ്റിയും ആന്റോ ആന്റണിയും ഒക്കെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിൽക്കുന്ന ചിത്രം പുറത്തു വന്നു. ഇപ്പോൾ CPIM നേതാവ് KP ഉദയഭാനുവിന്റെ ആരോപണം വരുന്നു.
പത്തനംതിട്ടയിലും പ്രദേശത്തുമൊക്കെ ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട വിഷയം അതിങ്ങനെ ചർച്ചയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് സ്വർണ്ണക്കൊള്ളയോടൊപ്പം തന്നെ ഈ സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിലെ ആന്റോ ആന്റണി പണം കൈപ്പറ്റിയെന്ന വിഷയവും. എന്നിട്ടൊന്നും സംസാരിക്കാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ സംശയങ്ങൾക്ക് ഇടവയ്ക്കുന്നതല്ലേ? പലതും മറയ്ക്കാനുണ്ട് എന്നതാണോ അവിടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമായി വരുന്നത്? അത് വിശദമായി തന്നെ SIT പരിശോധിക്കണമെന്നാണോ ഇപ്പോൾ ആവശ്യമുയർന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ്. ആന്റോ ആന്റണിയുടെ ഈ കാര്യത്തിൽ ഈ മാധ്യമങ്ങളെ പൊതുവായി കാണാനോ വാർത്താ സമ്മേളനം നടത്താനോ ഈ വിഷയത്തിൽ ആന്റോ ആന്റണി തയ്യാറായിട്ടില്ല. എന്നാൽ ചില മാധ്യമങ്ങൾ നമുക്കറിയാം ഒറ്റപ്പെട്ട് ആന്റോ ആന്റണി ഈ വിഷയത്തിൽ പ്രതികരണം നൽകിയിട്ടുമുണ്ട്. അതിൽ ആന്റോ ആന്റണി താൻ നിരപരാധി എന്ന തരത്തിലാണ് പ്രതികരണം നൽകിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപകമായി സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. ജില്ലാ കളക്ടറേറ്റിലേക്ക് സമരം നടത്തുന്നു. പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നു. ആ ഘട്ടത്തിലൊന്നും തന്നെ ആന്റോ ആന്റണി കാര്യമായ രീതിയിൽ പ്രതികരിക്കുന്നില്ല, ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴും മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രത്തിൽ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നു, ഏത് ഘട്ടത്തിലാണ് ചിത്രമെടുത്തത്, അതിന്റെ എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശദാംശങ്ങളായിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുമായിട്ടും അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ചിത്രം, ആ ചിത്രം ഏത് ഘട്ടത്തിൽ ഏത് സന്ദർഭത്തിൽ എടുത്തു എന്നുള്ള കാര്യത്തിൽ കടകംപള്ളിയും അതുപോലെ മറ്റ് ആളുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്തത് ആന്റോ ആന്റണിയും അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണം മേടിച്ച ഗോവർദ്ധനും ഉൾപ്പെടെ സോണിയാഗാന്ധിക്കൊപ്പം ഏറ്റവും അതീവ സുരക്ഷാ മേഖലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള സോണിയാഗാന്ധി. സുജു, അതിലൊരു രസകരമായ കാര്യം, ഈ ആന്റോ ആന്റണി ചോദിച്ചാൽ ആന്റോ ആന്റണിക്ക് അങ്ങനെ എളുപ്പത്തിൽ കയറി ചെല്ലാൻ കഴിയില്ല ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ വീട്ടില്. കാരണം അത്രമാത്രം റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, Z+ കാറ്റഗറിക്ക് അപ്പുറമുള്ള സുരക്ഷയുള്ള ഏരിയയാണ്. അവിടെയാണ് ആന്റോ ആന്റണിയും അടൂർ പ്രകാശും ഈ പറയുന്ന പെരുങ്കള്ളന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി നിന്നത്. അതിൽ ഇതുവരെ മറുപടിയില്ല. ആന്റോ ആന്റണിയുടെ കാര്യം പോട്ടെ, സോണിയാഗാന്ധി ആ വിഷയത്തിൽ ആരോപണ വിധേയ അല്ലെങ്കിൽ അവരെ സംശയത്തിന്റെ വക്കിലേക്ക് കൊണ്ടുവന്നിട്ടും പ്രതികരിക്കാതിരിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം. സ്വന്തം പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രതിരോധിക്കാതിരിക്കുമ്പോഴാണ് ഈ സംശയങ്ങൾ ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ മനു. ഇതുവരെയും ആന്റോ ആന്റണിക്കോ അല്ലെങ്കിൽ അടൂർ പ്രകാശിനോ സോണിയാഗാന്ധിക്ക് പോലും തന്നെ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ഏത് സാഹചര്യത്തിലാണ് വീട്ടിലെത്തിയത്, ഏത് ദിവസമാണ് എന്തിനു വേണ്ടി എത്തി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. അതിൽ പരസ്പര ബന്ധമില്ലാത്ത പ്രസ്താവനകളാണ് അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ ഇതുവരെയും നടത്തിയിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടെ ഉദയഭാനുവിന്റെ ആരോപണത്തിന് ശക്തി പകരുന്നതും അല്ലെങ്കിൽ ആ കാര്യത്തിൽ SIT അന്വേഷണം ആവശ്യമാണെന്ന കാര്യവും വ്യക്തത വരുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഒരു യുക്തിസഹമാണ് അത്തരം ഒരു ആരോപണം എന്ന് നമുക്ക് പറയാനായിട്ട് വരുന്ന സാഹചര്യമാണ്. ആന്റോ ആന്റണി അത്തരത്തിൽ സംശയത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൽ ആന്റോ ആന്റണി തന്നെയാണ് അല്ലെങ്കിൽ അടൂർ പ്രകാശോ സോണിയാഗാന്ധിയാണ് വ്യക്തത വരുത്തേണ്ടത്. ഇവർക്ക് ഇതുവരെയും ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിച്ചില്ല. അതിന് പകരം മറ്റ് ചിത്രങ്ങളുമായി സമീകരിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തുന്നത്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി പണം കൈപ്പറ്റി എന്നുള്ള ആരോപണമുള്ളത്. അതേ ധനകാര്യ സ്ഥാപനത്തിൽ തന്നെ തന്ത്രിയും പണം നിക്ഷേപിച്ച് നഷ്ടമാവുകയും ചെയ്തു. ഇത് തന്ത്രി ആന്റോ ആന്റണിക്ക് അത്തരത്തിൽ നൽകിയതാണെന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ SIT അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. SIT അന്വേഷണത്തിൽ മാത്രമേ ഇതിലൊക്കെ വ്യക്തത വരികയുമുള്ളൂ. മനു, സുജു, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഈ സ്വർണ്ണമോഷണ വിഷയവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലൊക്കെ കോൺഗ്രസിന്റെ മാർച്ചോ മറ്റോ നടക്കുന്നുണ്ട്, പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഈ ആന്റോ ആന്റണി ആരാണ് സുജു? കോൺഗ്രസിന്റെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട നേതാവല്ലേ? എത്രയോ കാലങ്ങളായി MP ആയിട്ടിരിക്കുന്ന നേതാവല്ലേ? അപ്പോൾ ഈ മാർച്ചൊക്കെ നടത്തുമ്പോൾ തൊട്ടപ്പുറേ ആന്റോ ആന്റണി ഇങ്ങനെ പ്രതിസന്ധിയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ട്, മറുപടിയില്ലാതെ നിൽക്കുന്നുണ്ട് എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മറക്കാൻ പറ്റുമോ? അവഗണിക്കാൻ കഴിയുമോ? അവരുടെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധികൾ ചെറുതാണോ? ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ മാർച്ചൊക്കെ നടത്തി പോകാൻ കഴിയും, പക്ഷേ അതിനപ്പുറത്തേക്ക് വസ്തുതകളിലേക്ക് വരുമ്പോൾ സുജു. തീർച്ചയായിട്ടും മനു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. ആന്റോ ആന്റണിയുടെ പേര് KPCC അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിച്ചപ്പോഴും ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏത് ഘട്ടത്തിലാണ് ആന്റോ ആന്റണി KPCCയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്ന തരത്തിലേക്ക് നേതൃപദവിയിലേക്കോ ഉയർന്നു വരുന്നത്. അത് ഏതെങ്കിലും സമുദായിക പരിഗണന മാത്രമാണോ? അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ആന്റോ ആന്റണിക്ക് കോൺഗ്രസിൽ പരിഗണന ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പരിഗണന ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആര് എന്ന ചോദ്യങ്ങളൊക്കെ അന്ന് തന്നെ ഉയർന്നതാണ്. ഇപ്പോൾ ഈ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുമ്പോൾ ആന്റോ ആന്റണിയുടെ അത്തരം ആക്ഷേപങ്ങളും അത്തരം ചോദ്യങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വരികയാണ്. ആന്റോ ആന്റണിക്ക് എങ്ങനെയാണോ കോൺഗ്രസിൽ വലിയ പരിഗണന കിട്ടിയത്? ഇതെല്ലാം തന്നെ സോണിയാഗാന്ധിയായിട്ടുള്ള അടുത്ത ബന്ധമാണോ, അതല്ല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആന്റോയുടെ ഇടപെടലാണോ ഇത്തരം ഒരു പദവിയും അല്ലെങ്കിൽ ഇത്തരം ഒരു തരത്തിലേക്ക് ആന്റണിയുടെ പേര് സജീവമായി വന്നു എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഇപ്പോൾ എന്തായാലും ഉയർന്നു വരികയാണ് മനു.